കേരളം വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. അതിനിടയിൽ തദ്ദേശ വോട്ടർ പട്ടികയിൽ പേരുകൾ കൂട്ടിച്ചേർത്തും അനർഹരെ ഒഴിവാക്കി കൃത്യമായ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും. രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു അനൈക്യവുമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ ഇത് കൃത്യമായി ആവർത്തിക്കുന്ന നടപടികൾ തന്നെയാണ്. അതിനാൽ പട്ടികയിൽ വലിയ ആക്ഷേപങ്ങളും ഉണ്ടാകാറില്ല അവസാന നിമിഷത്തിൽ. ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ജനങ്ങളിലാണ്, വോട്ടർമാരിലാണെന്നതിനാൽ അവരുടെ അവകാശമാണ് വോട്ടർമാരാകുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്, ഉറപ്പാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്നൊക്കെ പേരിൽ ധൃതി പിടിച്ച ചില നടപടികളുമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നതിന് നിഷ്കളങ്കമായി കാണാനാകില്ലെന്നത് വ്യക്തമായി ഒന്ന് പറയട്ടെ. ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. ഈ പട്ടിക വെച്ചാകും 2026 സംസ്ഥാന തെരഞ്ഞെടുപ്പും പിന്നീടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇടയിലാകും ഈ പട്ടിക വരുന്നത്. ധൃതി പിടിച്ചുള്ള ഈ പരിഷ്കരണത്തിലൂടെ വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ബീഹാർ മോഡലാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ജനാധിപത്യ ബോധ്യമുള്ള കേരളം അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് മാത്രം പറയാം. ബീഹാറിലെ അനുഭവം മുന്നിലുണ്ട്. 68 ലക്ഷം പേരാണ് അവിടെ നീക്കം ചെയ്യപ്പെട്ടത്. പൗരന്റെ ജനാധിപത്യ അവകാശത്തെ ഹനിക്കുന്ന നടപടികളുമായി സംഘപരിവാറിന്റെ കൂട്ടുകക്ഷിയായി ഭരണഘടനാ സ്ഥാപനമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. ഈ വിമർശനത്തിനിടയിലാണ് കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ രണ്ടാം ഘട്ടം SIRലേക്ക് ഇതാ കടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ലക്ഷദ്വീപ്, പിന്നെ മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, UP, ബംഗാൾ, കേരള, ഇവിടെയാണ് ഈ രണ്ടാം ഘട്ടം. ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തിന്റെ പൊതുവികാരം കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കമ്മീഷന് മുന്നിൽ വച്ചെങ്കിലും കമ്മീഷന് മുന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന മാത്രമാണ് വേദവാക്യം. അതുകൊണ്ട് തന്നെ അംഗീകരിച്ചില്ല. എന്നാൽ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയുടെ ആവശ്യം അംഗീകരിച്ചു. അതിലാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. SIR നടപ്പാക്കുന്നതിൽ ശക്തമായ ഒരു വിയോജിപ്പാണ് തുടക്കം മുതൽ കേരളം പ്രകടിപ്പിച്ചു വരുന്നത്. സംസ്ഥാന നിയമസഭ തന്നെ ഇതിനെതിരെ പ്രമേയം കൊണ്ടുവന്നു. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഈ നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്, ഒരു സംശയമില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനത്തിലെ എതിർ ശബ്ദങ്ങളെ പോലും അംഗീകരിക്കാതെ നടപ്പാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് കേന്ദ്ര കമ്മീഷൻ. അതിന് 2002 പട്ടിക അടിസ്ഥാന രേഖയാക്കുകയും ചെയ്തു. അവിടെയാണ് വിഷയം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട് എന്നിരിക്കെ അത് അടിസ്ഥാന രേഖയാക്കിയാൽ മതി. എല്ലാ വർഷവും പട്ടികയിൽ സ്വാഭാവികമായി കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കപ്പെടലുകളുമുണ്ട്. അത് പ്രാദേശികമായ നേതാക്കൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആക്ഷേപങ്ങൾ കുറഞ്ഞ പട്ടികയുള്ള സംസ്ഥാനമായിട്ടും കേരളത്തിൽ ഇപ്പോഴാരംഭിച്ച തീവ്ര പുനഃപരിശോധനാ പട്ടികയിൽ വോട്ടർമാരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനോ ആശങ്കയകറ്റാനോ കമ്മീഷൻ സാധിക്കുന്നില്ല. 2002 അവർ ഏത് ബൂത്തിൽ വോട്ട് ചെയ്തു എന്നതടക്കമുള്ള രേഖകൾ ആ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യണം. കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെയുള്ള പാർട്ടികൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന BJP ആകട്ടെ അതിലും പ്രതിഷേധിച്ച് കേരളത്തിന്റെ ഭരണത്തിലോ ഒന്നിലും ഒരു പങ്കില്ലെങ്കിലും അവർ ഇറങ്ങിപ്പോവുകയാണ്. തിടുക്കത്തിൽ SIR നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ല. എന്തു തന്നെയായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നീട്ടിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ CPM ആവശ്യപ്പെട്ടു. നാട്ടിൽ ഇല്ലാത്തവരുടെ വോട്ടിന്റെ സ്ഥിതി എന്താകുമെന്നതിന് കൃത്യമായ മറുപടിയില്ല. 23 വർഷം മുമ്പുള്ള പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 23 വർഷം പിന്നിൽ 2002 തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ കേരളം ഒട്ടേറെ മാറിയെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ആശങ്ക കടുത്തതാണ്.